കേരളത്തിനകത്തും പുറത്തായിട്ട് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പൂരം തന്നെയാണ് തൃശ്ശൂർ പൂരം. ആ ഒരു പൂരം നടക്കുന്നതും റൗണ്ടിൻ്റെ അകത്തുള്ള വടക്കുനാഥൻ ക്ഷേത്രത്തിലാണ്. ഏകദേശം 200 വർഷം ചരിത്ര പാരമ്പര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. കൊച്ചി രാജാവായിട്ടുള്ള ശക്തൻ തമ്പുരാനാണ് ആദ്യകാലങ്ങളിൽ ഈ തൃശ്ശൂർ പൂരം സ്റ്റാർട്ട് ചെയ്തത്. തൃശ്ശൂർ ഇത്ര അധികം ഒരു പാടം കാണുന്നത് നമ്മളെ ലൈഫിൽ ആദ്യമായിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സമയത്തും പോകുമ്പോൾ, ഇപ്പോൾ എറണാകുളമൊക്കെ പോകുന്ന സമയത്താണെങ്കിലും തീരദേശ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് അത്ര ഈ ഒരു പാടങ്ങളൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കാഴ്ച. ഈവനിങ്ങിൽ ആ സൺസെറ്റിൻ്റെ ആ ഒരു വൈബും അതുപോലെ തന്നെ ബേസ്മെൻറ്റ് പാർക്കിംഗ് നമുക്ക് റൈറ്റിലേക്കാണ് പറയുന്നുണ്ടുള്ളത്. റൈറ്റ് സൈഡിലേക്കാണ് നമ്മളെ പാർക്കിങ്. ഫെസ്റ്റിവലിൽ നമ്മൾ വിനീഷ് ഭായിനെ കണ്ടെത്തിയിട്ടാ. വിനീഷ് ഭായ് ഇന്നത്തെ നൈറ്റിലെ സ്റ്റേ അടിപൊളിയായിരുന്നു. നമുക്ക് പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് ലൈറ്റ് ആയതോടുകൂടി തന്നെ നമ്മൾ റൂമൊന്നും എടുത്തില്ല. നമ്മളൊരു ഭാരത് പെട്രോൾ പമ്പ് ഉണ്ട് നാട്ടിക്കൽ, ആ പമ്പിൽ പോയിട്ട് സ്റ്റേ ചെയ്തത്. അവിടെ ടെൻ്റൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ബൈക്കാണ് നമ്മൾ ഡബിൾ സ്റ്റാൻഡിൽ ഇട്ടിട്ട് നല്ല കൈയും കാലം നീട്ടിയാണ് കിടന്ന് ഉറങ്ങി. നെക്സ്റ്റ് നമ്മളിത് പാലക്കാടിൻ്റെ സുന്ദരമായ കാഴ്ചകൾ അവസാനിച്ച് നമുക്കിനി തൃശ്ശൂർ ജില്ലയിലേക്കാണ് പോകുന്നത്. ബസ്സിൽ ഫോളോ ചെയ്യാം. പാലക്കാട് കലാമണ്ഡലത്തിൽ നിന്നും തൃശ്ശൂരിലേക്ക് ഏകദേശം 28 കിലോമീറ്ററാണ്. ഏകദേശം 46 മിനിറ്റ് സമയമെടുക്കും. നമ്മളിപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട് വൈകിട്ട്. ഏകദേശം ഒരു 5-9-5:15 അവിടെ എത്താൻ ചാൻസ് ഉണ്ട്. ബ്ലോക്ക് ഒന്നും ഇല്ലാന്നെങ്കിൽ ഈസി ആയിട്ട് അവിടെ എത്താൻ കഴിയും. നമ്മളിപ്പോൾ ഈ പോകുന്ന റോഡ് മുള്ളൂർക്കര വടക്കാഞ്ചേരി റൂട്ടിലൂടെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകുന്നത്. നമ്മൾ തിരഞ്ഞെടുത്തിരുന്നത് ഫസ്റ്റിൽ ചൂസ് ചെയ്തത് നമ്മൾ പൊള്ളാച്ചി റോഡ് പോയി വാൾപ്പാറ വഴി ആതിരപ്പള്ളി ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ അത് തമിഴ്നാട് സ്റ്റേറ്റിൽ കയറും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഓൾ കേരള ട്രിപ്പ് ആകുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ അകത്ത് നിന്നിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാന്നുള്ള രീതിയിലാക്കിയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റോഡ് ചൂസ് ചെയ്തത്. നമ്മളിപ്പോൾ പോകുന്ന നേരെ ജംഗ്ഷനിലേക്കാണ്. സിറ്റിയിലെത്തിൻ്റെ ശേഷം നമ്മൾ പോകുന്നത് നേരെ സ്വരാജ് റൗണ്ടിലേക്കാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ റൗണ്ട് ബോട്ടാണ് സ്വരാജ് റൗണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഈ ഒരു സിറ്റിയിലെത്തിയതിന് ശേഷം. ഏകദേശം നമ്മളൊരു 15 മിനിറ്റോളം ഓടി നമ്മളിപ്പോൾ വടക്കാഞ്ചേരി എത്തിയിട്ടുണ്ട്. വടക്കാഞ്ചേരി ചെറിയ രീതിയിലുള്ള ബ്ലോക്കുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇനി ഏകദേശം ഒരു 27 മിനിറ്റ് കൊണ്ട് നമുക്ക് തൃശ്ശൂർ ജംഗ്ഷനിലെത്താൻ കഴിയും. 17 കിലോമീറ്ററോളം ഉണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ ഏരിയകളും സിറ്റികളൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. നമ്മൾ മുന്നിൽ കൂടി ഒരു MLA പാസ് ചെയ്ത് പോയി, ആരാണെന്ന് അറിയില്ല. ഏതായിരുന്നാലും നമ്മളിതാ മുന്നോട്ട് യാത്ര പോയിക്കൊണ്ടേയിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ബീച്ച് ഏരിയയിൽ തൃപ്രയാർ, അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. രണ്ടിടത്തായിട്ട് നമ്മൾ ആ ഒരു ബീച്ച് ഫെസ്റ്റിവലിൻ്റെ കാഴ്ച കാണാനായിട്ടാണ് ഇപ്പം ഇന്ന് നൈറ്റിൽ നമ്മൾ നോക്കുന്നത്. തൃശ്ശൂരിൽ നമ്മളെ സുഹൃത്തും അതുപോലെ തന്നെ ആദ്യകാല പ്രവാസ ജീവിതത്തിലേക്ക് ആലോചിച്ച സമയത്ത് നമ്മളെ കൂടെ ഉണ്ടായിരുന്നുള്ള നമ്മളെ റഷീദ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. റഷീദ് തന്നെ പറഞ്ഞത് 2 ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് ഇവിടെ വരണം, ഇവിടെ ഒന്ന് കവർ ചെയ്യണം, നല്ല അടിപൊളി സീനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി നോക്കട്ടെ. എന്തായാലും സിറ്റിയിലെത്തിയതിന് ശേഷം സിറ്റിയിലെ സ്വരാജ് റൗണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നത് നേരെ തൃപ്രയാറായിരിക്കും ലൊക്കേഷൻ വെച്ചിട്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ സിറ്റിയിലേക്ക് എത്താൻ കഴിയും. നമ്മളിതാ ഒരു ഈവനിങ് സമയമായതുകൊണ്ടാണ് ചെറിയ രീതിയിലുള്ള ബ്ലോക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്വരാജ് റൗണ്ടിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ഉണ്ടാവും. അത് സാധാരണ രീതിയിൽ എല്ലാ സമയത്തും അവിടുന്ന് ബ്ലോക്ക് വരുന്നതാണ്. നമ്മൾ മുമ്പൊക്കെ പോയ സമയത്ത് കണ്ടിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഏതായിരുന്നാലും നമ്മളിതാ റൈഡ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതാ സിറ്റിനോട് അടുത്ത സ്ഥലത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ സ്റ്റേയും അതുപോലെ തന്നെ തൃശ്ശൂരായിരിക്കും. തൃശ്ശൂർ ഇനി നാട്ടിക ഭാഗത്താണോ എങ്ങനെ എന്നൊന്നറിയില്ല. റഷ്യൻ്റെ ആ ഒരു ഏരിയയിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. ഏതായാലും നോക്കാം. നമുക്ക് നാട്ടിക ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ സിംഗിൾ റൂമായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ നോക്കാം. അതല്ല ഇവൻ്റെല്ലാം കഴിഞ്ഞ് നൈറ്റിൽ എത്ര സമയമാവും എന്നറിയില്ല. നമുക്ക് ഒരു ഓവറായിട്ട് നൈറ്റിലാവുന്ന ലേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൂം നോക്കുന്നില്ല. ആ ഒരു പ്ലാനാണ്. ഏതായിരുന്നാലും നോക്കട്ടെ. ഏതായാലും തൃശ്ശൂർ ജില്ലയിലേക്ക് ഇതാ കയറിയിട്ടുണ്ട്. തൃശ്ശൂർ ജംഗ്ഷനിലേക്ക് ഇനി വെറും 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് തന്നെ എത്തും. അങ്ങനെ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ജംഗ്ഷനിലെത്തിയതോടുകൂടി നല്ല രീതിയിൽ ബ്ലോക്ക് വരുന്നുണ്ട്. നോക്കട്ടെ, മുന്നോട്ട് പോയി നോക്കാം. സിഗ്നലൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും ഈ ഒരു ബ്ലോക്ക്. അതായത് നമുക്ക് ഗ്യാപ്പ് വെച്ച് മുന്നോട്ട് കയറാം. നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു ലൊക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നേരെ റൗണ്ടിലേക്കാണ് പോകുന്നത്. ആ റൗണ്ട് ബോട്ടിൽ പോയതിന് ശേഷം 1-2 റൗണ്ട് അടിച്ചതിന് ശേഷം നമുക്ക് നേരെ തൃപ്രയാർ പോവാം. അതായത് കൂടുതൽ സമയം നമ്മളിവിടെ ഈ ഒരു സിറ്റി ഭാഗത്ത് നിൽക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെ റഷാണ്. അതുകൊണ്ട് തന്നെ 5:15 5:20 ആയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് ഡിലേ വന്നിട്ടുള്ളൂ. ഏതായാലും നമുക്ക് മുന്നോട്ട് പോവാം. നമ്മൾ ബാക്ക് വശം നോക്കിയപ്പോൾ മുമ്പിൽ നല്ല ബ്ലോക്കായിരുന്നു. പക്ഷേ സിഗ്നലൊന്നും ഇല്ല.
ഇവിടെ കാറിൽ നമുക്ക് കൈ വെക്കുക എന്ന് പറഞ്ഞായിരിക്കാൻ ആദ്യം വരുത്തുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാം. ഒരാളും വണ്ടി സ്റ്റോപ്പ് ചെയ്തിരുന്നില്ല. നമ്മളും ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഇങ്ങാണ്ട് ഗ്യാപ്പ് വെച്ച് പോയി ഇതാ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി സിറ്റിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മളിതാ നമ്മളെ റൈറ്റ് സൈഡ് ഭാഗത്താണ്, നമ്മളെ വലതുവശത്തായിട്ട് ഇതാ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ് സ്റ്റാൻഡ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ കാണിച്ചു തരുന്നത്. നേരെ പോയി കഴിഞ്ഞാൽ റൗണ്ടിലേക്കാണ് എത്തുന്നത്. ഒരു ബസ് സ്റ്റാൻഡ് ഏരിയയിലൊന്നും തിരക്കൊന്നുമില്ല, നല്ല അത്യാവശ്യം സ്പേസ് ഉള്ള കാരണം തന്നെ സൈഡിലൊക്കെ വണ്ടിയുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ഭാഗത്തൊന്നും ബ്ലോക്കില്ല. നമുക്കൊന്നുകൂടി ഫാസ്റ്റായിട്ട് ആ ഒരു ലൊക്കേഷനിലേക്ക് എത്താം. തൃശ്ശൂർ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് തൃശ്ശൂർ സിറ്റി കഴിഞ്ഞതിന് ശേഷം തീരദേശം ഭാഗത്ത് പോയതിന് ശേഷം നമ്മൾ ചേരമാൻ ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ കുറച്ച് ബീച്ചുകളൊക്കെ ഉണ്ട്. അയമ്പലം ബീച്ച്, അതുപോലെ തന്നെ അയമ്പലം ബീച്ചിലാണ് ഇപ്പോൾ ഫെസ്റ്റിവൽ നടക്കുന്നത്. ആ ഒരു ബീച്ചിൻ്റെ കാഴ്ച കാണാൻ വേണ്ടി പോകണം. അതിലപ്പുറം വേറെ 1-2 ബീച്ചുകളും കൂടി പറഞ്ഞ് ആ റൂട്ടിലൊക്കെ പോയി ചേരമാൻ മസ്ജിദ് പാസ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതൊക്കെ റൂട്ട് നോക്കാണ്ട് ഈ ഒരു പ്ലാനിലൊക്കെ പോകുന്നത്. സിറ്റി നമ്മൾ ഇങ്ങോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ തീരദേശ ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മളിതാ റൗണ്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. റൗണ്ടിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഏകദേശം ഒരു 19 മീറ്ററും കൂടി ഫ്രണ്ടിലാണ് റൗണ്ട്. അങ്ങനെ അതാ റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. റൗണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാനാണ് നമ്മളെ തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലം. ഈ ഒരു റൗണ്ടിൻ്റെ അകത്തേനാണ് ആ ഒരു അമ്പലത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ പോവാം. റൗണ്ട് ഇത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റൗണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ അകത്തും പുറത്തായിട്ട് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പൂരം തന്നെയാണ് തൃശ്ശൂർ പൂരം. ആ ഒരു പൂരം നടക്കുന്നതും റൗണ്ടിൻ്റെ അകത്തുള്ള വടക്കുനാഥൻ ക്ഷേത്രത്തിലാണ്. ഏകദേശം 200 വർഷം ചരിത്ര പാരമ്പര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. കൊച്ചി രാജാവായിട്ടുള്ള ശക്തൻ തമ്പുരാനാണ് ആദ്യകാലങ്ങളിൽ ഈ തൃശ്ശൂർ പൂരം സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിതാ റൗണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം നല്ല ലെങ്ത്. റൗണ്ടിൻ്റെ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോമീറ്ററും ദൂരമുണ്ട്. അതിലപ്പുറം അതിൻ്റെ അകത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം 70 ഏക്കറിലാണ് ഈ ഒരു വടക്കുനാഥ ക്ഷേത്രവും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള അതിനോട് പരിസരത്തുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് 2 കിലോമീറ്ററും വലുപ്പമുള്ള ഈ ഒരു റൗണ്ടിൻ്റെ സൈഡിൽ കോൺക്രീറ്റ് ഇടാനായിട്ട് ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കൂടെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കരാറും കൂടി മുമ്പിൽ വെച്ച് കരാർ തുക ഏകദേശം 70% ആദ്യം, പിന്നീട് 30% ആക്കി ഘട്ടമായിട്ട് നൽകുന്നുള്ള ഒരു കണ്ടീഷൻ വെച്ച് 50 വർഷത്തേക്ക് ഒരു കേടുപാടും വരാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. റൗണ്ട് അബൌട്ട് ഫുള്ള് ഓൺ വേന്. റൗണ്ട് അബൌട്ടിൽ നിന്നുള്ള എക്സിറ്റ് ഏകദേശം 17 എക്സിറ്റോളം കാണിക്കുന്നുണ്ട് ഒരു മാപ്പിൽ കറക്റ്റായിട്ട് നോക്കുമ്പോൾ. മെയിനായിട്ടുള്ള എക്സിറ്റുകൾ മെയിൻ റോഡുകളായിട്ട് ഏകദേശം 8-9 എക്സിറ്റ് ആയിട്ടാണ് കാണുന്നത്. ഏതായിരുന്നാലും നമ്മളിതാ റൗണ്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതാ ഈ റൗണ്ടിൻ്റെ ശേഷം നമ്മൾ പോകുന്നത് നേരെ തൃപ്രയാർ ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ഭാഗത്തേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഏകദേശം 2 കിലോമീറ്ററാണ് റൗണ്ടിൻ്റെ ഒരു ദൂരം. സൗത്ത് ഏഷ്യയിൽ തന്നെ ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് അബൌട്ട് തന്നെയാണ്. നമ്മളെ ക്ഷേത്രമാണ് കാണുന്നത്, വടക്കുനാഥൻ ക്ഷേത്രം. ഈ ഒരു ഭാഗത്താണ് ഉത്സവമെല്ലാം നടക്കുന്നത്. നല്ല അടിപൊളി കാഴ്ചകൾ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകളും ഈ ഒരു വൈകിട്ടൊക്കെ സമയങ്ങളുണ്ട്. നമ്മൾ അകത്തേക്ക് എൻട്രി ചെയ്യുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗത്തേക്ക് എത്തണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം 5:30 കഴിഞ്ഞിട്ടുണ്ട് സമയം. ഈ ഒരു ഭാഗത്തേക്കും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡിലൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒൻവായതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ സ്ട്രൈറ്റിൽ ഇങ്ങനെ പിടിച്ചെടുത്താൽ മതി. സൈഡിൽ കൂടി ഇതാ ഒരു റൈറ്റ് സൈഡിലേക്ക് ആ ഒരു ക്ഷേത്രത്തേക്കുള്ള എൻട്രൻസ് ആണ്. നമ്മൾ സ്ട്രൈറ്റ് തന്നെ പോകുന്നത്. സ്വരാജ് റൗണ്ടിൻ്റെ കാഴ്ചകൾ അവസാനിച്ച് നമ്മൾ പോകുന്നത് നേരെ തൃപ്രയാർ ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത്. ഏകദേശം 25 കിലോമീറ്ററുണ്ട്, 49 മിനിറ്റാണ് എടുക്കുന്നത്. ഈവനിങ് ആയതോട് കൂടി തന്നെ നല്ല തിരക്കുണ്ട്. ബ്രിഡ്ജിൻ്റെ മേലൊക്കെ നല്ല രീതിയിൽ തന്നെ തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം 49 മിനിറ്റോളാണ് കാണിക്കുന്നത്. ചിലപ്പോൾ 1 മണിക്കൂറിലപ്പുറമായിരിക്കും. നമ്മൾ ഏതായാലും ഇതാ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോവാം.
നമ്മളെ വണ്ടി റോയൽ എൻഫീൽഡ് ഏകദേശം 25 വർഷം പഴക്കമുണ്ട്, 97 മോഡലാണ്. അതുകൊണ്ട് തന്നെ പല ആളുകൾ ചോദിച്ചിട്ടുണ്ട് റൈഡിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ, വണ്ടി മിസ്സിങ്ങോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നുള്ളത്. പക്ഷെ നമുക്ക് ഇതുവരെയായിട്ട് ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. നമുക്ക് വണ്ടീൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു മിസ്റ്റേക്കും വന്നിട്ടില്ല. നല്ല ഈസി ആയിട്ട് തന്നെ പോകുന്നുണ്ട്. നമ്മൾ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 45 to 50 സ്പീഡ് വരെ പോകുന്നുള്ളൂ. സംടൈം ഒരു 60-ലേക്ക് എത്തുക എന്നല്ലാണ്ട് കൂടുതൽ സമയം 45, 50 സ്പീഡിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാഴ്ചകളും കണ്ടിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിക്കേണ്ട ബ്രേക്കും അപകടങ്ങളൊന്നും കുറയും. ഈ ഒരു 40, 45 സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതിന് തന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് വണ്ടി നിൽക്കുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു കീപ്പ് ചെയ്തിട്ട് തന്നെ പോകുന്നത്. നമ്മളെ ഫ്രണ്ട് ബ്രേക്ക് പറ്റില്ല. നമ്മൾ ബ്രേക്ക് ചെക്ക് ചെയ്താണ് നമ്മളെ മലപ്പുറത്തെത്തിയ ശേഷം ബ്രേക്ക് അവർ അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും പക്ഷേ തീരെ ഇല്ല ഫ്രണ്ട് ബ്രേക്ക്. നമ്മൾ ബാക്കിലത്തെ ഒരു ബ്രേക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയും പോയത്. അങ്ങോട്ടേക്ക് എത്തലും ആ ഒരു രീതിയിലാണ്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട, നമ്മൾ ഈ ഒരു സ്പീഡിൽ പോകുന്ന സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും വരില്ല എന്നുള്ള പ്രതീക്ഷയോടെ പോകുന്നത്. തൃശ്ശൂർ ഇത്ര അധികം ഒരു പാടം കാണുന്നത് നമ്മളെ ലൈഫിൽ ആദ്യമായിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സമയത്തും പോകുമ്പോൾ, ഇപ്പോൾ എറണാകുളമൊക്കെ പോകുന്ന സമയത്താണെങ്കിലും തീരദേശ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് അത്ര ഈ ഒരു പാടങ്ങളൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കാഴ്ച. ഈവനിങ്ങിൽ ആ സൺസെറ്റിൻ്റെ ആ ഒരു വൈബും അതുപോലെ തന്നെ ഫുൾ പാടാണ്, നെല്ലിങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ അടിപൊളിയാണ്. ഇത്ര തോന ഏരിയയിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏതായാലും വൈബ്, നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ നമ്മളിതാ തീരദേശ റോഡിലെത്തിയിട്ടുണ്ട്, വാടാനപ്പള്ളി എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാപ്പ് വെച്ച് നമ്മൾ ഗ്യാപ്പിലൂടെ നമ്മൾ ലെഫ്റ്റിൽ കയറിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ സൈഡിൽ പോകുന്നത് നേരെ തൃപ്രയാർ ലൊക്കേഷനാണ്. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തൃപ്രയാർ എത്താൻ കഴിയും. വൈമാളിലൊന്ന് കയറണം, ഋഷി വരാൻ ലേറ്റ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിക മില്ലെത്തിയിട്ടുണ്ട്. ലുലു ഗ്രൂപ്പിൻ്റെ മില്ലാണ്. നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ പ്രവാസ ലോകത്തേക്ക് ആദ്യം ചുവട് വെച്ചത് ഈ ഒരു റൈറ്റ് സൈഡിലെ മില്ലിൽ നിന്നായിരുന്നു. ഏതായാലും ഇപ്പോൾ എല്ലാം അവസാനിച്ച് നമ്മൾ തൊട്ടടുത്ത പ്ലേസ് തന്നെയാണ് തൃപ്രയാർ വരുന്നത്. നീണ്ട ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിത് ആ തൃപ്രയാർ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി റഷീനെ വിളിച്ചു നോക്കാം. സേഫായിട്ടുള്ളൊരു പാർക്കിംഗ് വെക്കുക. നമ്മൾ ആ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ റോഡ് സൈഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് പാർക്ക് ചെയ്യാം. NH 66 പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവമായിരിക്കും. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എത്രയും ഫാസ്റ്റ്ലി ഇവിടേക്ക് ഈ ഒരു റൂട്ടിലൊക്കെ പാസ് ചെയ്ത് പോകാൻ പറ്റും. എറണാകുളം, തൃശ്ശൂർ, തിരുവനന്തപുരം വരെ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് പോകാം. പാലക്കാട് ജില്ലയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് തൃപ്രയാറിൽ എത്തിയിട്ടുണ്ട്. തൃപ്രയാർ നമ്മളെ ഫ്രണ്ട് ഉണ്ട്, റിയാസ്കൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളെ റഷ്യയെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകുന്ന തൃപ്രയാർ ബീച്ചിൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഫെസ്റ്റൊക്കെ ഒന്ന് കാണണം. അതുപോലെ തന്നെ നമ്മളെ യൂസുഫ് അലിഖാൻ്റെ വീട്, അതുപോലെ തന്നെ യൂസുഫ് അലിഖാൻ്റെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. യൂസുഫ് അലിക്ക് നിർമ്മിച്ച പള്ളിയെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഇന്നിവിടെ തൃശ്ശൂർ ഇവിടെ സ്റ്റേ ചെയ്യും. ബീച്ചിൽ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. ബീച്ചിൽ ടെൻ്റ് അടിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് നാളെ പോകുന്നത് എറണാകുളമായിരിക്കും. തൃശ്ശൂർ ഒന്ന് കവർ ചെയ്തിട്ട് തൃശ്ശൂർ പ്രധാനപ്പെട്ട 1-2 സ്ഥലം കൂടി പോയി കവർ ചെയ്തിട്ട് നമ്മൾ പോകുന്നത് എറണാകുളം ജില്ലയിലേക്കായിരിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ്. അപ്പോൾ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് സമയം അവിടെ നിന്ന് റഷീദിനെ കോൺടാക്ട് ചെയ്തപ്പോൾ റഷീദ് ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൃപ്രയാറുള്ള വൈമാളിലാണ് കയറാൻ വേണ്ടി പോകുന്നത്. ഏത് സമയത്തും ഈ ഒരു തൃപ്രയാർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്ക് നമുക്ക് കിട്ടുന്നതിനേന് നമ്മൾ നേരെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 മീറ്റർ ഇല്ല കാണുന്നതിനേന് വൈമാള്. അങ്ങനെ നമ്മളിതാ വൈമാളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ മുൻവശത്തേക്കുള്ള എക്സിറ്റ് ആൻഡ് എൻട്രൻസിൽ കയറാൻ കഴിയുമെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ വണ്ടികൾ പോകുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് യൂട്ടേൺ അടിച്ചിട്ട് പോയി നോക്കാം. ക്രിസ്മസ് ഒക്കെ ആയിട്ട് നല്ല അലങ്കരിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ കസ്റ്റമറും ഉണ്ട്. നമ്മൾ എഗെയിൻ നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് പോവാം. വണ്ടികളെല്ലാം പോകുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് ബേസ്മെൻറ്റ് പാർക്കിംഗ്. നമുക്ക് റൈറ്റിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് സൈഡിലേക്കാണ് നമ്മളെ പാർക്കിങ്. ബൈക്കിൻ്റെ പാർക്കിങ് ഈ ഒരു ഏരിയയിലാണ്. അതുകൊണ്ട് നമുക്കിവിടെ സേഫായിട്ട് പാർക്ക് ചെയ്ത് നമുക്ക് അകത്തേക്ക് കയറാം. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതിന് തന്നെ അകത്ത് കയറി ഏതെങ്കിലും ഒരു വൈഫൈ കണക്ട് ചെയ്ത് കിട്ടണമെങ്കിൽ ഇന്നത്തെ വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അകത്ത് കയറിയതിന് ശേഷം ആരുടെ അടുത്തെങ്കിലും ചോദിക്കാം. അപ്പോൾ നമ്മൾ വൈമാളുടെ അകത്തേക്ക് കയറാം. വണ്ടി ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അകത്തൊക്കെ എന്തൊക്കെ ഇവൻറ്റ്സ് നടക്കുന്നുണ്ട് ക്രിസ്മസ് ആയിട്ട്.
പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ തൃപ്രയാറിലെത്തില്ലേ? തൃപ്രയാറിലെത്തിയിട്ടുണ്ട്. നമ്മൾ റഷീദ് നമ്മളെ ഖത്തറിൻ്റെ ആദ്യ പ്രവാസ ലോകത്തേക്ക് പോകുന്ന സമയത്ത് റഷീദ് നമ്മളെ കൂട്ടുണ്ടായിരുന്നത് ഏകദേശം 10 വർഷത്തോളം ആയില്ലപ്പോൾ. അവനിപ്പോൾ നിർത്തി നാട്ടിലെത്തിയപ്പോൾ നാട്ടിൽ ഭയങ്കര ബിസിനസ്സൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഏതായാലും വളരെ സന്തോഷം നമ്മളെ റഷ്യനെ കാണാൻ പറ്റിയില്ല. അതിലുപരി നമ്മൾ ഈ കാണുന്ന ഷോപ്പിൽ നമുക്ക് നെറ്റ് അപ്ലോഡൊക്കെ ചെയ്യാൻ പറ്റിയത്. പിന്നെ അപ്പോൾ നമ്മളിനി പോകുന്നത് ഇവിടെ ഒരു ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടല്ലേ? ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ആ ഫെസ്റ്റിവലിനായിട്ട് പോകുന്നു. ഫെസ്റ്റിവലിന് ശേഷം നമ്മളിന്ന് ബീച്ചിലാണ് സ്റ്റേ ചെയ്യുന്നത്. ടെൻറ്റെല്ലാം സെറ്റാക്കി നമ്മൾ അവിടെ നിന്ന് സ്റ്റേ ചെയ്ത് നാളെ രാവിലെ റഷ്യൻ്റെ വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നേരെ എറണാകുളമാണ് പോകുന്നത്. എറണാകുളം പോകുന്നതിന് മുന്നായിട്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാണ്ട്. ആ കാഴ്ചകളൊക്കെ കാണും അല്ലേ? എന്താ റഷ്യന് പറയാനുള്ളത്? റൈഡിനെ കുറിച്ച് എന്താ പറയുള്ളത്? അപ്പോൾ ഏതായാലും താങ്ക് യു. ഞാൻ കാണാൻ പറ്റിയതിൽ അല്ലേ? തിരിച്ച് ദുബായിക്കാണ് പോകുന്നല്ലേ? അപ്പോൾ ഇനി ഖത്തർ വിട്ട് ദുബായിക്ക് പോകുന്ന പറഞ്ഞ് അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഏതായാലും ഇൻഷാല്ലാ ഞാൻ ദുബായിൽ വരുന്നുണ്ട് അബുദാബിയിൽ. അപ്പോൾ ഇൻഷാല്ലാ കാണാൻ വളരെ സന്തോഷം റഷ്യനെ കാണാൻ പറ്റിയതിൽ. ഇപ്പോഴാണ് വൈമാളെ തൊട്ടടുത്താണ് നമ്മൾ ഈ കാണുന്ന ഷോപ്പ്. എല്ലാവരും മസ്റ്റായിട്ട് വന്നിട്ട് ആളെ സപ്പോർട്ട് കൊടുക്കുക. നമുക്ക് നല്ല ഹെൽപ്പ് ചെയ്ത് തന്നെ. നമ്മൾ ഫെസ്റ്റ് നടക്കുന്നത് അഴിമ്പലം ബീച്ചിലാണ്. അഴിമ്പലം ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 7 കിലോമീറ്റർ ഉണ്ട്. 15 മിനിറ്റാണ് നമ്മൾ എത്തും. നമ്മളെ ഹെൽപ്പ് ചെയ്ത് തന്ന ആ ഒരു മൊബൈൽ ഷോപ്പ് മൂപ്പൻ എന്ന് പറഞ്ഞ ഷോപ്പാണ്. മൂപ്പൻ എന്നാണ് ഷോപ്പിൻ്റെ നെയിം. നമുക്ക് ബ്രോ പെട്ടെന്ന് അടിച്ചു തന്ന് അധികം സമയം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സമയം തന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള സമയം നല്ല രീതിയിൽ തന്നെ ബ്രോ നല്ല ഹെൽപ്പ് ചെയ്ത് തന്ന്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. തൃപ്രയാറുള്ള ആൾക്കാരെല്ലാവരും മൊബൈൽ ആക്സസറീസ് അതുപോലെ തന്നെ എല്ലാ മൊബൈൽ റിപ്പയറിങ് എല്ലാം നമ്മൾ ആ ഒരു ബ്രോൻ്റെ അടുത്ത് പോയാൽ നടക്കും. തൃപ്രയാറുള്ള മൂപ്പൻസ് ആണ്. മൂപ്പൻസ് എന്ന് പറഞ്ഞ മൊബൈൽ ഷോപ്പ്. പിന്നെ നമ്മളിന്ന് പോകുന്നത് ഇപ്പോൾ നേരെ അയ്മ്പലം ബീച്ചിലേക്കാണ്. അയ്മ്പലം ബീച്ചിൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. മാപ്പിളപ്പാട്ടിൻ്റെ ഗായകർ കണ്ണൂർ ഷെരീഫ്, റഹ്നത്ത, അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഗായകരുണ്ട്. അവരുടെ പ്രോഗ്രാമാണ് ഇന്നത്തെ ദിവസം. ഏകദേശം 3-4 ദിവസമായിട്ട് നടക്കുന്ന പ്രോഗ്രാമാണ്. ഇന്നത്തെ ദിവസം മാപ്പിളപ്പാട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല വൈബായിരിക്കും. നമുക്ക് പോവാം ഏതായിരുന്നാലും. അങ്ങനെ നമ്മളിതാ അയ്മ്പലം ബീച്ചിലെത്തിൻ്റെ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലാണ് പേര്. ഡിസംബർ 24 മുതൽ 31 വരെ ഉണ്ട്. അടിപൊളിയായിട്ടുള്ള കളർഫുള്ളായിട്ട് ലൈറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറി നോക്കാം. നല്ല രീതിയിൽ തന്നെ ആളുകളും ഉണ്ട്. നല്ല രീതിയിൽ തന്നെ ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. കളർഫുള്ളാണ്. ഒരുപാട് ലെങ്ത്തോളം വെച്ചിട്ടുണ്ട് ഒരു ലൈറ്റ്സ്. അകത്ത് ഏതൊക്കെ ടൈപ്സ് ഫെസ്റ്റിവലാണ് നടക്കുന്നത് അറിയില്ല. എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിലുപരി സ്റ്റേജ് പ്രോഗ്രാമാണ് നമ്മൾ പറഞ്ഞത്. കണ്ണൂർ ഷെരീഫ് വന്നപ്പോൾ തന്നെ റഹ്നത്തൊക്കെ വരുന്നത്. നമ്മളത് വന്ന ദിവസം മാറിപ്പോയി. ഇന്നലെയാണ് വന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഹനാൻഷൻ്റെ ഒക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഏതായാലും കുഴപ്പമില്ല, മാപ്പിളപ്പാട്ടൊന്ന് കേട്ട് പോവാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്ഥലത്ത് തന്നെ അതാ ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട്. നമുക്ക് അവിടുന്ന് സാധനമൊക്കെ വാങ്ങി പർച്ചേസ് ചെയ്യാം. ഫെസ്റ്റിവലിൽ നമ്മൾ വിനീഷ്മാനെ കണ്ടെത്തിയിട്ടാ. വിനീഷ്മായി 3 ദിവസത്തെ വെക്കേഷൻ ആണല്ലേ? 3 ദിവസമായിട്ടുള്ള വന്നിട്ടില്ലേ? വെക്കേഷനിലാണ്. മകനുണ്ട് അവിടെ. അടിപൊളിയായിട്ട് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഴലിന്റെ ആഴങ്ങളിൽ
നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഫെസ്റ്റെല്ലാം കണ്ട് നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും നമ്മൾ കോട്ടമില്ലിൻ്റെ ഭാഗത്ത് വന്ന് നമ്മളെ സുഹൃത്ത് സാദിൻ്റെ ഫ്രണ്ടാണ് ഷോപ്പ് നടത്തുന്നത്. അവൻ്റെ ഉമ്മനിവിടെ കുക്കായിട്ട് നിൽക്കുന്നത്. അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ ഫുഡ് ഇപ്പോൾ കഴിച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റേ കിട്ടിയിട്ടില്ല. ബീച്ചിലൊക്കെ ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് അലോ ചെയ്യുന്നില്ല. നമ്മൾ നേരെ വന്നത് നാട്ടിലുള്ള BP പെട്രോൾ പമ്പിലാണ് ഇപ്പം ഇന്ന് നൈറ്റിൽ സ്റ്റേ ചെയ്യുന്നത്. ടെൻ്റ് അടിക്കാൻ ക്യാപ്പ് ഇട്ടിട്ടില്ല. നമ്മളെ വണ്ടി ഇതാ നിർത്തി വെച്ചിട്ട് അതിൽ കൈയും കാലും നീട്ടിയിട്ടാണ് കിടക്കുന്നത്. ഗുഡ് മോർണിംഗ് നാട്ടിക. അപ്പോൾ ഒരു ആവറേജ് ലെവലിൽ ഉറങ്ങാൻ പറ്റി. പെട്രോൾ പമ്പായിരുന്നു. നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ് പിന്നെ ലാസ്റ്റ് ഉറങ്ങാൻ പറ്റിയത്. നല്ല രീതിയിൽ ഇങ്ങനെ കൊതുകുണ്ടായിരുന്നു. മോർണിംഗിൽ സമയം 4 മണി ആയിട്ടുള്ളൂ. നമ്മളൊരു ചായ അടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ശേഷം നമ്മൾ സുബൈ നിസ്കരിക്കാനായിട്ട് തൃപ്രയാറിന് തൊട്ടടുത്ത് ഒരു ലൊക്കേഷൻ വെച്ച് പോയി. നമ്മളിതാ ഒരു ലൊക്കേഷൻ്റെ പേര് നമ്മൾ മറന്നുപോയി. എങ്കിലും അതാ ഈ ഒരു പള്ളിയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച കണ്ട് പള്ളി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നല്ല ചായ ബിസ്ക്കറ്റൊക്കെ ആയിട്ട് ഇതാ ഇവിടുത്തെ കമ്മിറ്റി കൊടുക്കുന്ന പറഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച എല്ലാ നാട്ടിൽ നിന്നും. നമ്മളിപ്പോൾ തൃപ്രയാർ അമ്പലത്തിൻ്റെ മുന്നിലാണുള്ളത്. അതുപോലെ തന്നെ സൈഡിൽ ഇവിടെ സ്വാമിമാർക്കുള്ള ഏരിയ ഉണ്ട്. സ്വാമിമാർക്ക് നിൽക്കുന്ന ഒരു സ്പോട്ടാണ് തൃപ്രയാറുള്ളത്. നമ്മൾ ഇന്നലെ വന്നതാണ്. നൈറ്റിൽ ഇവിടെ സ്റ്റേ ചെയ്തത്. ഇന്നത്തെ നൈറ്റിലെ സ്റ്റേ അടിപൊളിയായിരുന്നു. നമുക്ക് പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് ലൈറ്റ് ആയതോടുകൂടി തന്നെ നമ്മൾ റൂമൊന്നും എടുത്തില്ല. നമ്മളൊരു ഭാരത് പെട്രോൾ പമ്പുണ്ട് നാട്ടിക്കൽ. ആ പമ്പിൽ പോയിട്ട് സ്റ്റേ ചെയ്തത്. അവിടെ ടെൻ്റൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ബൈക്കാണ് നമ്മൾ ഡബിൾ സ്റ്റാൻഡിൽ ഇട്ടിട്ട് നല്ല കൈയും കാലം നീട്ടിയാണ് കിടന്ന് ഉറങ്ങി. നല്ല അടിപൊളിയായിട്ട് കുഴപ്പമില്ലാതിൽ തന്നെ ഉറങ്ങി. നമ്മൾ നേരത്തെ 5 മണിക്ക് നമ്മൾ ഇവിടെ ഒരു പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ നമ്മളായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നല്ല രീതിയിൽ അവരൊക്കെ സംസാരിച്ച് എവിടെ നിന്നാണ് വരുന്ന കാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ ചോദിച്ചു പറഞ്ഞ് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നാട്ടികയിൽ തൃപ്രയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പനങ്ങാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലം തോന്നുന്നു. ആ പള്ളി നിൽക്കുന്ന സ്ഥലം. അവിടെയുള്ള ആളുകളൊക്കെ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും ഹെൽപ്പും അഡീഷണൽ വീണ്ടും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. വീട്ടിൽ പോവാ ചായ അടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നല്ല ആളുകൾ. അപ്പോൾ വളരെയധികം സന്തോഷം. രാവിലെ തന്നെ അങ്ങനത്തെ ഒരു എനർജി കിട്ടിയതോടുകൂടി. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് ഇന്നലെ നൈറ്റിൽ കിടന്ന സ്റ്റേയും അതുപോലെ തന്നെ വൈബാനായിരുന്നു. ഏതായിരുന്നാലും നമ്മൾ എന്നും റൂം എടുക്കുമ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കണം. റൂം ഇല്ലാണ്ട് എങ്ങനെയൊക്കെ എടുക്കാം, അതുപോലെ തന്നെ ടെൻ്റ് അടിച്ചിട്ട് എങ്ങനെയൊക്കെ എടുക്കാം എന്നുള്ള അടുത്ത് നെക്സ്റ്റ് നമ്മൾ നോക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഇപ്പോൾ തൃപ്രയാറുള്ള ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്ന. നെക്സ്റ്റ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ചേരമാൻ മസ്ജിദ്, അതുപോലെ തന്നെ അങ്ങനെ പ്രധാനപ്പെട്ട കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യാം. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.